ഇപ്പം മണി 11:03 പാത്രം ഇപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ. 11 മണി വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. രാവിലെ ഞാൻ പാർലറിൽ എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ട് എൻ്റെ വിശേഷം എന്തെന്ന് വെച്ചാൽ രാവിലെ ജോലിയെല്ലാം തീർത്ത് പാർലറിൽ പോകും. അവിടെ ഇരുന്ന് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഫ്രീ ആകുമ്പോൾ ഇരുന്ന് എഴുതും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 7 മണി അടുപ്പിച്ചാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ എത്തും. അത് കഴിഞ്ഞിട്ട് വന്ന് ചായ കുടിക്കും, സ്നാക്സ് കഴിക്കും. അത് കഴിഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ചോറ് കഴിക്കും. ചോറ് കഴിച്ച് കുറേ നേരം അങ്ങനെ ഇരിക്കും. അങ്ങനെ അങ്ങ് ഇരുന്നങ്ങ് പോവും. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ചാർജറിൽ നിന്ന് എടുത്ത് വീണ്ടും ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 10-11 മണിയാവും ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴാണ് എണീറ്റത്. ഇനി പാത്രം കഴുകണം, വീട് നോക്കണം, പല്ല് തേക്കണം, ഇതൊക്കെയാണ് പരിപാടി. ബെഡിൻ്റെ കോല ഇപ്പം ഇങ്ങനെയാണ്. ഇത് അനിയത്തിക്ക് വന്ന മീഷോന്ന് വന്ന മെറ്റീരിയലാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഇങ്ങനെയാണ് റൂം ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ റീഅറേഞ്ച് ചെയ്യണം, ചെയ്തിട്ട് വരാം. ബൂം അപ്പോൾ വൃത്തിയായിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് ഇവിടെയാണ് ഉണക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ ഇരിക്കുന്നുണ്ട്. ഓക്കേ, നേരത്തെ ചോറിൻ്റെ കൂടെ പകുതി മുട്ട തിന്ന് അതിൻ്റെ പകുതി മുട്ടയുണ്ട്, അത് കഴിച്ച് നോക്കാം നമുക്ക്. എന്നിട്ട് പാത്രം കഴുകാം. ഇത് പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള മുട്ട ഫ്രൈ ആണ്. മുടി ജട പോക്കി പിന്നി കെട്ടണം. പിന്നില്ല, ഈ എള്ളു വയ്ക്കും. കണ്ട, നല്ല നീറ്റായില്ലേ? വാവ്. നമുക്ക് ഉണ്ട കിട്ടിയില്ല. എന്നിട്ട് ബട്ടർഫ്ലൈ. രാത്രിയില്ലേ, പെണ്ണാണാനൊന്നും പോണില്ലല്ലോ, ഈ ലുക്ക് മതി. മുടി കൊഴിച്ചിലില്ലേ എന്ന് ചിലപ്പോൾ ചോദ്യം വരുമായിരിക്കും. ആ ചോദ്യത്തിനുള്ള ആൻസറാണ് കൊഴിച്ചിലുണ്ട്. അതെ. നല്ല കാറ്റുണ്ട്. അപ്പോൾ വെളിയിൽ പോയി പല്ലും തേച്ച് ഫേസ് വാഷും ചെയ്തിട്ട് വന്നു. കിച്ചൺ ഏറ്റവും മുകളിൽ കുത്തിയില്ലേ, ആ സ്റ്റഡ് പണി തരുമെന്നാണ് തോന്നുന്നത്. ബൾജായിട്ടിരിക്കുന്നു, അതവിടെ ഇരിക്കട്ടെ. പിന്നെ അപ്പം ചിലവർ ചോദിക്കും, അമ്മയും അച്ഛനൊന്നും ഇല്ലേന്ന് ചോദിക്കും. കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടപ്പം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 11-12 മണിക്ക് അവരൊന്നും ഉണർന്നിരിക്കൂല. അമ്മ ജോലിക്ക് പോകണമുണ്ട്. അമ്മ ഒരു 8-8:30 ആകുമ്പോഴേ അമ്മ കിടന്നുറങ്ങും. അമ്മയ്ക്ക് 4 മണിക്ക് എണീക്കണം. അച്ഛൻ നേരത്തെ കിടന്നുറങ്ങും. അങ്ങനെ ഈ വീട്ടിൽ ഞാൻ മാത്രമായിരിക്കും ഈ സമയങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഈ രാത്രി ജോലി എണീക്കണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യും. പിന്നെ അവർ ഉറങ്ങിക്കിടക്കുമ്പം ഈ പാത്രം എടുത്ത് ഇടുന്നതിൻ്റെ ശബ്ദം കേട്ടാൽ അവർക്കത് ഡിസ്റ്റർബൻസ് ആവും. അതിന് അമ്മേരിയിൽ നിന്ന് നല്ലത് കിട്ടും. വാവ്. ഇപ്പം ഞാൻ അടുക്കളയിൽ പോയപ്പോൾ വിളിച്ചായിരുന്നു, ഇതോ. അങ്ങനെ രാത്രി അമ്മ ജോലി ഞാൻ ചെയ്യണ്ടെന്ന് പറയും. ഞാൻ തന്നെ ചെയ്യും. വീട്ടിലുള്ള ജോലി ഞാൻ ചെയ്ത അത്രയും റിലാക്സേഷൻ അമ്മയ്ക്ക് കിട്ടും. അതുകൊണ്ട് രാത്രി ഞാൻ ചെയ്ത് വയ്ക്കും. അതാകുമ്പോൾ രാവിലെ അടുക്കളയിൽ എണീച്ച് പോകുമ്പോൾ അമ്മയ്ക്കൊരു ഹാപ്പിനെസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുമല്ലോ, എനിക്ക് കുക്കിംഗ് അത്ര പോരാ. അമ്മ എല്ലാം കുക്ക് ചെയ്തൊക്കെ വെച്ച് തരും. ഞാൻ ക്ലീനിങ് ആണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അത് ചെയ്യും. അങ്ങനെയൊക്കെ. ഈ സ്റ്റഡ് എന്തോ ചെയ്യും, സീനാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ ഇനി കല്യാണമല്ല, ഒരു ഫാമിലീനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മൾ. അപ്പം അങ്ങനെ ആ വീഡിയോ ഇടും ഞാൻ.
അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.